എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് പണം സമ്പാദിച്ചാൽ സ്വന്തമായ ഒരു വീടുണ്ടാക്കാനാണ് ആദ്യം തന്നെ നമ്മൾ ശ്രമിക്കുക. ചിലരാകട്ടെ പണം വായ്പയെടുത്ത് വരെ സ്വപ്നഭവനത്തിന്റെ നിർമ്മാണം തുടങ്ങും. എന്നാൽ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ടും വാടക വീട്ടിൽ താമസിക്കുകയാണ് ലണ്ടൻ സ്വദേശിയായ തിമോത്തി അർമു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സ്ഥാപനമായ ഫാൻസ് ബൈറ്റ്സിന്റെ സഹസ്ഥാപകനും മുൻ ഉടമയുമാണ് 29കാരനായ തിമോത്തി. 2017 ആരംഭിച്ച കമ്പനി വളരെ വേഗത്തിലാണ് വളർച്ച കൈവരിച്ചത്. 2022 തിമോത്തി തന്റെ സ്ഥാപനം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയായ ബ്രെയിൻസ് ലാബിന് വിറ്റു. കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ വിലയായി തിമോത്തിക്ക് ലഭിച്ചത്. എന്നാൽ ഈ പണം കൊണ്ട് വീടുണ്ടാക്കാനോ ആഡംബര കാർ വാങ്ങാനോ തിമോത്തി മുതിർന്നില്ല. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്നും തിമോത്തി പറയുന്നു. സൗത്ത് ലണ്ടനിലെ ഒപ്പു പൊതു താമസ സ്ഥലത്താണ് കുട്ടിക്കാലം താൻ ചെലവഴിച്ചതെന്നും അന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആലോചിക്കുമ്പോൾ പണം സൂക്ഷിച്ചു ചെലവാക്കാനേ മനസ്സ് അനുവദിക്കുന്നുള്ളൂ എന്നും തിമോത്തി പറയുന്നു. ചില്ലറ തുട്ടുകൾ വരെ ചെലവഴിച്ചതിന്റെ കണക്ക് താൻ സൂക്ഷിച്ചു വെക്കാറുണ്ടെന്നും കോടീശ്വരനായതിനു ശേഷവും ആ പതിവ് തെറ്റിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. താൻ എപ്പോഴെങ്കിലും ഒരു ആഡംബര പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തനിക്കും തന്റെ മുൻ കാമുകിക്കും ബാലിയിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ മാത്രമായിരുന്നു എന്ന് തിമോത്തി വ്യക്തമാക്കുന്നു. ബിസിനസ് ആണ് സമ്പാദ്യം എന്നതാണ് തിമോത്തിയുടെ കാഴ്ചപ്പാട്. തന്റെ കൈവശമുള്ള പണം രണ്ടായി വിഭജിച്ച് ഒന്ന് ഏറ്റവും സുരക്ഷിതമായ ബിസിനസ്സിലും മറ്റൊന്ന് എക്സോട്ടിക് ബിസിനസ്സിലുമാണ് തിമോത്തി ചെലവഴിക്കുന്നത്. പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യാനോ റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിക്കാനോ തിമോത്തിക്ക് താല്പര്യമില്ല. പണം കൈവിട്ടു പോകുമോ എന്ന സങ്കോചം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ. ഒരു കുടുംബമോ ജീവിത പങ്കാളിയോ ഇല്ലാത്ത തനിക്ക് വീടിന്റെ ആവശ്യമില്ല. ബിസിനസ് തിരക്കുകൾക്കിടയിൽ വീട്ടിൽ താമസിക്കാൻ പോലും സമയം കിട്ടില്ലെന്നും തിമോത്തി പറയുന്നു.